ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റും ഡേറ്റ്സും കൊണ്ടുള്ള കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 കോഴിമുട്ട നമ്മൾ ഒഴിച്ചു. അത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലവണ്ണം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് 200 ഗ്രാം പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് അതും നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ചിട്ട് അത് ബീറ്റാകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് അത് ബീറ്റ് ചെയ്യുന്നത്. അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നെയ്യ്, ഒരു 100 ഗ്രാം നെയ്യ് അതിൻ്റെ കൂടെ ബീറ്റ് ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ഓയിലിന് പകരം നെയ്യാണ് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് നെയ്യ്. ഇച്ചിരി പൈസയൊക്കെ കൂടുതലാണ്, എങ്കിലും നല്ല ടേസ്റ്റാണ്. നെയ്യ് ഇടുന്നതാണ് എപ്പോഴും ഏറ്റവും കേക്കിന് നല്ലത്. നെയ്യ് ഇട്ടിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുത്ത ശേഷം നമ്മൾ പാല്, ഒരു 200 ml പാല്, പശുവിൻ പാല് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ മൈദ, ഒരു 200 ഗ്രാം മൈദ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത ശേഷം അത് മൂന്നൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് അരിക്കുമ്പോൾ അത് എല്ലാം മിക്സായി കിട്ടും. ആ ബേക്കിംഗ് സോഡയും പൗഡറും മൈദ എല്ലാം കൂടെ നല്ല മിക്സായി കിട്ടും. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ അതിലെന്തെങ്കിലും തരിയോ അല്ല അഴുക്കോ വല്ലതും ഉണ്ട്, അത് പോയി കിട്ടുകയും ചെയ്യും. എപ്പോഴും അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അരിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെയും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ആ പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെ ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതും നല്ലവണ്ണം നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആ പൊടിയും കുറേശ്ശെ ഇട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഒന്നിച്ചിട്ട് അത് കട്ട പിടിക്കും. കുറേശ്ശെ ഇട്ട് അത് മെല്ലെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കൈ കൊണ്ട് കറക്കുന്ന ബീറ്റിംഗ് മെഷീനായതുകൊണ്ട് ഒരു പരിധിക്കുള്ളത് കറങ്ങത്തില്ല. അതുകൊണ്ട് നമ്മൾ കറക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ മിക്സിൻ്റെ അകത്തോട്ട് ക്യാരറ്റ്, ചെറുതായി ചീകി വെച്ച ക്യാരറ്റ്, ഒരു 100 ഗ്രാം ക്യാരറ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അത് ഇളക്കിയെടുത്താൽ മതി. ഇനി അധികം ബീറ്റ് ചെയ്യേണ്ട, ചുമ്മാ അതൊന്ന് ഇളക്കിയാൽ മതി. ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രമുള്ള ഇളക്ക്. അതിനുശേഷം ഒരു 100 ഗ്രാം ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചതച്ചെടുത്ത ഡേറ്റ്സാണ്. അതും കൂടി അതിൻ്റെ തൊട്ട് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കുക. ഇനി ഒരു കാരണവശാലും നമ്മൾ ബീറ്റ് ചെയ്യരുത്, നല്ല ഇളക്കിയാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ കശുവണ്ടി, ഒരു 50 ഗ്രാം കശുവണ്ടി പൊടിച്ചത് അതും കൂടി അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഒറിജിനൽ കളർ തന്നെ, നമ്മളൊരു കൃത്രിമ കളറും ഉപയോഗിക്കുന്നില്ല. കൃത്രിമ കളറൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ മിക്സ് ഒഴിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് നമ്മൾ നെയ്യ് തേക്കുകയാണ്. നെയ്യ്
തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം നമ്മൾ ആ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നു. ആ ബട്ടർ പേപ്പറിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ഈ പരുവത്തിനാണ് വേണ്ടത്. അധികം വെള്ളമായി പോകരുത്, ഈ പരുവത്തിന് എടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയണം. അതൊന്ന് ഉലിച്ച് ആ എയർ ബബിൾസൊക്കെ കളയുകയാണ്. നമ്മൾ അടുപ്പിൽ തീ കത്തിച്ച ശേഷം കേക്ക് പാചകം ചെയ്യാനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പാത്രവും കൂടി വെച്ചു. അതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ചു. ആ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൻ്റെ മിക്സ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പാത്രം അടയ്ക്കുന്നു. വലിയ തീ ആയി പോരുത്, ഒരു മിനിമം തീ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാവുന്നതായിരിക്കും. നമ്മുടെ കേക്ക് ആയോ നോക്കാം. ഒരു ഈർക്കിലിട്ട് കുത്തി നോക്കിയാണ് അന്നേരം അറിയാം. ഈർക്കിലെ പറ്റുന്നില്ലെങ്കിൽ കേക്ക് റെഡിയായി, പറ്റിയാൽ ചുള റെഡിയാവാനുണ്ട്. നമ്മുടെ കേക്ക് ഏതാണ്ട് റെഡിയായി. ഇനി നമുക്ക് എടുക്കാം. കേക്ക് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി രാത്രിയായിപ്പോയി, അതാണ് ഇരുട്ട് പോലെ കാണുന്നത്. നമുക്ക് കേക്കിൻ്റെ പാത്രം തുറന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും നല്ല സൂപ്പറായിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മറിച്ചിടാം. അതിൻ്റെ സൈഡിലൊക്കെ പറ്റിയിട്ടുണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കത്തിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടൊരു പാത്രം വെച്ച് തിരിച്ചിടാം. നമ്മുടെ കേക്കൊക്കെ തിരിച്ചിടാൻ പോവാണ്. നമ്മുടെ സൂപ്പർ കേക്ക് ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുക ആ ബട്ടർ പേപ്പർ നമുക്ക് ഇളക്കി മാറ്റാം. ഈസിയായിട്ടത് നമ്മൾ മാറ്റിയെടുത്തു. ഇതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും കേക്ക്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നാടൻ കേക്കാണ്. ആർക്കും ഉണ്ടാക്കാം. ഓവനില്ലാതെ ഹീറ്ററില്ലാതെ നമ്മൾ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ചേട്ടനം മുറിച്ച് നോക്കാം എങ്ങനെ ഇരിക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ കേക്കാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഷെയർ ചെയ്യണേ.